നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ രാശിസ്ഥിതി ഫലങ്ങൾ, പ്രത്യേകിച്ച് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് 2026 കടന്നിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഈ വർത്തമാനകാല ജീവിതത്തിൽ ഈ രാശിസ്ഥിതി ഫലങ്ങൾ ഏറെക്കുറെ പലരെയും താല്പര്യപൂർവ്വം കാണുന്ന കേൾക്കുന്ന പലരെയും ദൈവാധീനവും കൂടി വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പലർക്കും അത് ഗുണം ചെയ്യും. അത് പൂർണ്ണമായിട്ട് രാശിസ്ഥിതി ഫലങ്ങൾ അതേപടി വരണമെന്നില്ല. ഒരു ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കാലഗണന അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ജാതകഫലവും കൂടി ചേർത്ത് അവനവൻ്റെ കർമ്മഫലവും കൂടി ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കൂടി ചേർത്ത് വേണം നമ്മൾ വിലയിരുത്താൻ. അപ്പോൾ ഒരു നക്ഷത്രക്കാരിൽ തന്നെ പലതരത്തിലുള്ള സ്വഭാവ ഗുണഗണങ്ങളുണ്ട്, പലതരത്തിലുള്ള ആവശ്യകതകളുണ്ട്. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ഈ രാശിസ്ഥിതി ഫലവും കൂട്ടിയിണക്കുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായകരമാകും. അപ്പം എല്ലാവർക്കും ചൈതന്യത്തിൻ്റെ പുതുവർഷ ആശംസകൾ. നന്മയിലേക്ക്, സന്തോഷത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക് ഉണ്ടാകാൻ ദൈവ ആനുകൂല്യം അനുകൂലമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക കാലം ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഇതിൽ എക്സാമിനെ ഫേസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് +2 മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പരീക്ഷണ കാലഘട്ടം. ഏതെങ്കിലും ഒരു പേപ്പറിനോ വിഷയത്തിനോ കുറച്ച് പ്രയാസമുണ്ടോ, 1/2 മാർക്കിനോ 1/4 മാർക്കിനോ വ്യത്യാസം വരുമോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ലോസ് വരുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷൻ, എന്നെ കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കൺഫ്യൂഷനുള്ള സംഭവം. ശിവക്ഷേത്രത്തിൽ 3 നാള് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്ത് എക്സാമിന് മുമ്പ് നമ്മൾ നേരിട്ട് പോയിട്ടാണ്. ഒരു വഴിപാടായിട്ട് ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാനുള്ള ചീട്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നേരിട്ട് പോയി ജലധാര പുഷ്പാഞ്ജലി ചെയ്താൽ നല്ല പരിവർത്തനം, മാറ്റം ഉണ്ടാവും. എക്സാമിൽ അത് പ്രതിഫലിച്ച് നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ ഭഗവത് കടാക്ഷത്തോടു കൂടി. രണ്ടാമത്, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ കാര്യങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത് മുന്നോട്ട് പോകാൻ അനുകൂല സമയമാണ്. വാഹനം പുതുതായിട്ടുള്ള വാങ്ങാനോ മാറ്റിയെടുക്കാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. പിന്നെ ജാമ്യ വ്യവസ്ഥയിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള തലവേദന, നോട്ടീസ്, മറ്റു കാര്യങ്ങൾ, പ്രഷർ, ഇത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടി നമ്മുടെ ആവശ്യം പോലെ തന്നെ അതിന് മുന്നോട്ടിറങ്ങേണ്ട സമയവും അതിക്രമിച്ചിരിക്കുകയാണ് നമ്മൾ യാഥാർത്ഥ്യം. കാരണം നമ്മൾ ജാമ്യം നിന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകാം, വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പം അതിനെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും മനക്ലേശവും വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനുള്ള വഴി തേടാൻ ശ്രദ്ധിക്കാനും നമ്മൾ തയ്യാറായി പറ്റും. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിയെ സംബന്ധിച്ചോളം വസ്തു സംബന്ധമായിട്ടുള്ള ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർ സംബന്ധിച്ചോളം 1-2 നല്ല ഇടപാടുകൾ നടക്കാൻ പറ്റിയ സമയമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ടുണ്ടാകുന്ന തടസ്സപ്പെടുത്തലുകൾ മാറ്റിയെടുക്കണം. 2, ബിസിനസ് മേഖലയിൽ, ചെറുകിട ബിസിനസ് മേഖലയിൽ ഷോറൂമുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ നിൽക്കുന്ന ചെറുകിട മേഖലയിലുള്ള ബിസിനസ് മേഖലയിൽ കുറച്ചുകൂടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ നമ്മുടെ പദ്ധതി അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റും വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്ന സംരംഭകരെ സംബന്ധിച്ചോളം വ്യക്തമായിട്ടുള്ള ഒരു പ്രൊഫഷണലിസത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടതും അനിവാര്യമായിട്ടുള്ള സമയം. വിദേശത്ത്
തൊഴിലിന് വേണ്ടിയോ ബിസിനസ്സിന് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി പോകുന്ന കാര്യത്തിൽ വിജയം ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. പൊതുവേ നോക്കുമ്പം ദൈവാധീനത്തിന് കാര്യങ്ങൾ നല്ല രീതിയിൽ അനുകൂലമായിട്ട് വരുന്നതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തത വരുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിക്ക്, മുരുകസ്വാമിക്ക് 3 വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുകയും 3-ാമത്തെ വെള്ളിയാഴ്ച പാൽപ്പായസ നിവേദ്യം നടത്തുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാവാൻ, ബ്ലോക്കാകാൻ, ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് ഇപ്പുറം ഉണ്ടായിരിക്കുന്ന ചില സംവാദങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകളാണ് ഇതിന് കാരണം. ഇതിന് നമ്മളോടൊപ്പമോ അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ, നുണയും പാരവയ്പും എന്ന് വേണമെങ്കിൽ പറയാം. അതുമൂലം ഉണ്ടാകുന്ന ബന്ധങ്ങളുടെ വിടവാണ്. ഇത് ശരിയാക്കാൻ കുറച്ച് കാലതാമസം എടുക്കും. അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിൽ വിചാരിച്ച് നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം ഇഴയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മൾ ആകെ മൂഡ് ഔട്ട് ആകുക, അപ്സെറ്റ് ആകുക എന്നുള്ള അവസ്ഥയിൽ നമ്മൾ പുറത്തു വന്നേ പറ്റൂ. അത് പഠനത്തെ, തൊഴിലിനെ, സാമ്പത്തിക കാര്യത്തെ ഒക്കെ ബാധിക്കും. പക്ഷെ അത് നമ്മൾ തന്നെ ശരിയാക്കിയെടുക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യം. രണ്ടാമത്, ശാപപാപ ബന്ധനങ്ങൾ ഗൃഹത്തിലുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യണം. മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ദോഷമുണ്ടെങ്കിൽ, പിതൃക്കൾക്ക് കൊടുക്കേണ്ടത് തൃപ്തിയാവാതെ നിൽപ്പുണ്ട്, എന്നെ മറന്നു എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യേണ്ട സമയവുമാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുന്ന കുറച്ച് കാലഘട്ട സമയമാണ്. പ്രത്യേകിച്ച് വരുന്ന മേടമാസം വരെ സാമ്പത്തിക കാര്യത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടുപോകും. പലിശ വീണ്ടും കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടിയിട്ട് ശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതം. ഒരു പരിധിവരെ നമുക്ക് ആ ശനി രാഹു ബന്ധന ദോഷങ്ങൾ നമ്മളെ കൂടുതൽ വലയ്ക്കാതെ കടന്നു പോകാൻ സാധിക്കും. പുണർതത്തിൽ കാൽ, പൂയം, ആയില്യം കർക്കടക രാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെയുണ്ട്. മറ്റാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി നമ്മൾ പോയാലും സംസാരിച്ചാലും അവർക്കത് ഗുണകരമായിട്ട് നടക്കും, മുന്നോട്ട് പോകാൻ പറ്റും. അതായത് സഹായിക്കാൻ പോയാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ മുഖാന്തരം ഗുണമുണ്ടാവും. പക്ഷെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒച്ചഴയുന്ന രീതിയിലുള്ള തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ ചൊല്ലി ഗൃഹത്തിനകത്ത് ഓരോരോ സംസാരവും ടെൻഷനും പ്രശ്നമുണ്ടാകും. നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓടുന്നു. ഈ മനുഷ്യൻ എന്താ ഇവിടെ ഒരു കാര്യത്തിലും ശ്രദ്ധയും ഉത്തരവാദിത്വവും ഇല്ലല്ലോ. അപ്പം ഇത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, ഇതിൽ വീട്ടിനകത്തൊരു പ്രശ്നം. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും ഒരു സന്തോഷവും ഉറക്കം തന്നെ ശരിയാവും. കൂടാതെ ചില തെറ്റിദ്ധാരണകളും അപവാദങ്ങളും മറ്റുള്ളവരുടെ പരപ്രേരണയാൽ നമ്മളെ ബലിയാടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. കാരണം അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ നിന്ന് കൊടുക്കാത്തതിൻ്റെ വാശിയും വൈരാഗ്യവും നമ്മളെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ന്യായമായിട്ടും നമുക്ക് തരേണ്ട പ്രമോഷനും സാമ്പത്തിക കാര്യങ്ങളും വരെ മാറ്റി നിർത്തുന്ന, പിടിച്ചു വെക്കുന്ന സ്ഥിതി നമ്മൾ മോചനം ഉണ്ടാകും. ചിലപ്പോൾ അത് പൊളിറ്റിക്സ്, മറ്റു കാര്യങ്ങളൊക്കെ, കോക്കസിൻ്റെ കളിയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ആകപ്പെട്ടു പോകും, മാനസികമായിട്ട് തകർന്നു. അശ്വാരൂഢ കവചിത മന്ത്രം എഴുതി പൂജിച്ചടച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഒരു 1.5-2 വർഷം ആ രക്ഷ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് ആവശ്യം. മകം, പൂരം, ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം കുടുംബപരമായിട്ടുള്ളത് പണ്ടേ ഉണ്ട്. അതുകൂടാതെ പുറമേക്കുള്ള ശത്രുദോഷമുണ്ട്.
അന്യ ആൾക്കാരുടെ. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ഇതിനു മുൻപ് 2 തവണ കാര്യങ്ങളെ വലിച്ചിഴക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അന്നത്തെ ആ ദോഷത്തിൻ്റെ തിക്തഫലങ്ങൾ പല കാര്യത്തിലും നമ്മളും വീട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കുന്നു. നല്ല പഠിക്കാൻ കഴിവും ബുദ്ധിയും സാമർഥ്യമുണ്ട്, പക്ഷെ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എക്സാം കഴിയുമ്പോൾ ഉണ്ടാകുന്നില്ല. കുട്ടികൾക്ക് അതിൻ്റെ താല്പര്യവും ഉത്കണ്ഠയില്ലെങ്കിലും നമുക്കതുണ്ടാവും. വീട്ടുകാരെ സംബന്ധിച്ചോളം, രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അത് വീണ്ടും ലോകത്തിലേക്ക് വരാൻ പാടില്ല. പിന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തേടുന്നവരെ സംബന്ധിച്ചോളം പെൺകുട്ടിക്ക് നല്ലൊരു ചെക്കനെ കാണണം, ഇഷ്ടപ്പെടണം, നടക്കണം. പയ്യന് നല്ലൊരു കുട്ടിയെ കണ്ടെത്തി ഇഷ്ടപ്പെടണം, അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് നടക്കണം. പക്ഷെ ഒരു വിധത്തിലും പ്രപ്പോസലുകൾ വരുന്നുണ്ട്, അവസാനം അത് തെറ്റിപ്പോകും. ഒരു മംഗല്യ യോഗം നടക്കുന്നു എന്നുള്ള ഘട്ടം വരെ എത്തും, പക്ഷെ എന്തെങ്കിലും കാരണത്താൽ വീണ്ടും ഒഴിവായി. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ കുടുംബം, നമ്മുടെ സാഹചര്യം, നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനുള്ള യോഗം അനുകൂലമായിട്ട് വരുന്ന കാലഘട്ടമാണ്. ഇതിന് ലക്ഷ്മി സ്വയംവര യന്ത്രം ഗൃഹത്തിൽ വെച്ചിട്ട് 21 ദിവസം നെയ്ദീപം കത്തിക്കുക. ആ തടസ്സങ്ങൾ മാറി നല്ല വിവാഹകാര്യം നടക്കും. അതോടൊപ്പം രുദ്രേശ്വരി കവചിത മന്ത്രം, ഈ പറഞ്ഞ ആ ബന്ധങ്ങൾ വഷളായി കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നിടത്ത് മാത്രം ഈ രുദ്രേശ്വരി കവചിത മന്ത്രം നമ്മുടെ പേഴ്സിലോ വാഹനത്തിൻ്റെ ഡാഷിലോ നമ്മൾ സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ ശരിയായിട്ടുള്ള ദിശാബോധത്തോടു കൂടി നമുക്ക് ബന്ധങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കും. ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശിക്കാരിൽ ദൈവാധീനം ഗുണകരമായിട്ടുണ്ട്. അതോടൊപ്പം ചില പ്രശ്നങ്ങളിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വരുന്നു. ഡോക്ടറെ അടുത്ത് പോയാൽ ഒന്നും ഇല്ല, പക്ഷേ ആകെ ഒരു ഡൗണാണ്. മനസ്സിനെയും കൂടെ അത് ബാധിക്കുന്ന തരത്തിൽ വന്നുകൂടായികയില്ല. അപ്പോൾ തൊണ്ടവേദന, കൈവേദന, സന്ധിവേദന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്, ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. അതോടൊപ്പം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം 2 തവണ ദൈവാധീനം കൊണ്ട് ഇതിനു മുമ്പ് നമ്മളെ ബാധിക്കാതെ തട്ടിമാറിപ്പോയി. ആക്സിഡൻറ്റ് വരെ, അത് വണ്ടിയിൽ നിന്നാണോ, പടി ഇറങ്ങുമ്പോഴാണോ, ബാത്റൂമിലാണോ, തലചുറ്റിയാണോ, എന്തോ ഈശ്വരാധീനം കൊണ്ട് വീഴ്ച കുഴപ്പമില്ലാതെ പോയി. ഇവിടെ 44 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയും ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടിയിട്ടുണ്ട്. അത് ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള, യൂട്രസ് സംബന്ധമായിട്ടുള്ള, തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച്. അപ്പം ഇവിടെ കുറച്ച് കൂടുതലും ശാരീരിക ക്ഷമത നമുക്കുണ്ടാകണം. മാനസിക ക്ഷമത എന്നാലേ നമുക്ക് വീണ്ടെടുക്കാനും പറ്റൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട്. ഇവിടെ മഹാസുദർശന കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ദൈവാധീനത്തിന് വേണ്ടിയിട്ട് മഹാസുദർശന കവചിത യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമാണ്. ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ടുണ്ട്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുയോജ്യമായിട്ടുള്ള സമയം. ബന്ധു വഴി വരുന്ന കല്യാണ പ്രപ്പോസലുകൾ, പ്രത്യേകിച്ച് ജാതക ചേർച്ച, പൊരുത്തം നമ്മൾ നോക്കുമ്പോൾ പാപത്വവും അനുകൂലമായിട്ട് വേണം. പാപസാമ്യ ചേർച്ച, ഘടനയും അനുകൂലമായിട്ട് വേണം. ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സന്താന ഭാഗ്യം വളരെ ഡിലേ ആയി. അതോടൊപ്പം അഫെയർ നടക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള സാധ്യത, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് അത് 4 മാസത്തിനകത്ത് ഒരു ശരിയായ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ബ്രേക്കപ്പായി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പം ഇതിൽ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരണം. അതിന് 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ശനിയുടെയും ഗുളികൻ്റെയും മൗഢ്യബന്ധനവും ചൊവ്വയുടെ ദൃഷ്ടിബന്ധനവും മാറണം. അതുപോലെ രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ആഗ്രഹിച്ച് പലതും പോസിറ്റീവായിട്ട് വന്നിട്ടും ഉറയ്ക്കാത്ത രീതിയിൽ 4 വർഷമായി 7 വർഷമായി സന്താന ഭാഗ്യം, അതിൽ പ്രത്യേകിച്ച് രണ്ടാമതൊരു കുഞ്ഞിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി.
ഇവിടെ ഭാഗ്യസൂക്ത പീഠ പൂജ ചെയ്ത് ശ്രീ രാജരാജേശ്വരി കവചിത മന്ത്രം ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച് 11 മംഗല്യ ദീപം ചെയ്യുക. നാരങ്ങ വിളക്ക് കത്തിക്കുക. ചെറുനാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് അതിൽ തിരിയിട്ട് ചൊവ്വയും വെള്ളിയായിട്ട് 11 ദിവസം ചെയ്യുന്നത് ഈ കാലഘട്ടത്തിനകത്ത് നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ബ്ലോക്കായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം ദൈവാധീനത്തിൽ അനുകൂലമാണ്. പക്ഷെ അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്താൽ കുറച്ചുകൂടെ അത് അനുകൂലം നേടാൻ നമുക്ക് സഹായകരമാണ്. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ബിസിനസ് മേഖലയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തട്ടുകൾ, കോട്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കരുതൽ, ജാഗ്രത നമ്മൾ കാണിച്ചേ പറ്റൂ. എല്ലാം കൂടെ പൂട്ടിക്കെട്ടിയിട്ട് പോകണോ വേണ്ടിയെന്നുള്ള. കാരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം നമ്മൾ വിടുന്നെങ്കിൽ അത് എടുക്കാൻ ആളുണ്ടെന്നുള്ള രീതിയിൽ പുറത്ത് നമ്മൾ അറിയാതെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം ഇവിടെ ഒരുവിധം ബിസിനസ് നടക്കുന്നു, ആൾക്കാർ വരുന്നു എന്നുള്ളത് തന്നെ അവരെ അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ അലസോരപ്പെടുത്തുന്നുണ്ട്. അപ്പം അതിലുള്ള അസൂയ, വൈരാഗ്യം, ശത്രുതാ മനോഭാവത്തിലുള്ള ദോഷങ്ങൾ ഒരു ഭാഗത്ത്. പിന്നെയോ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്ന സംബന്ധം, IT മേഖല അനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നമ്മളെ നീരസപ്പെടുത്തുന്ന രീതിയിൽ കീഴ്ഘടകങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുക, അവിടെ താഴോട്ട് നമ്മളെ സ്ഥാനം തെറിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാവും. കളഞ്ഞിട്ട് പോകണോ വേണ്ടിയെന്നുണ്ടാവും. പ്രത്യേകിച്ച് ബിസിനസ് സംരംഭങ്ങൾ നിൽക്കുന്നവർക്ക് പൂട്ടിക്കിട്ടണോ വേണ്ടിയെന്ന് തോന്നും. മാനസിക സംഘർഷം. അപ്പം ഇതിനെ നമ്മൾ മറികടക്കണം. ഇതിന് സപ്തശുദ്ധി ഉപചാര പീഠ പൂജ ചെയ്ത് നരസിംഹം, ഉഗ്ര നരസിംഹ കവച മന്ത്രം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ദിശാബോധം, യാഥാർത്ഥ്യബോധം എന്നുള്ളവ നമ്മൾ ഉൾക്കൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നേർവരയിൽ വരും, വിജയിക്കാനും പറ്റും. ആ ബ്ലോക്ക് മാറും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട യാത്രകൾ ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ ലക്ഷ്യത്തിലെത്താനും വിജയിക്കാനും സമയം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനും ഈശ്വരാധീനം ഗുണകരമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങൾ നിൽക്കുന്നത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ കുറച്ചൊരു വീട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ കുടുംബ കോടതിയിൽ നടക്കുന്ന വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും കോടതിക്ക് പുറത്തു വെച്ച് ഒരു ന്യായമായിട്ടുള്ള സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ നടക്കാൻ രണ്ട് കൂട്ടർക്കും രണ്ട് വഴിയിൽ അവരവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അപ്പം അതിൽ വക്കീലന്മാരുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ ആവശ്യമാണ്, നമ്മളുടെ ലൈഫാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ദുർഗാ ഭഗവതിക്ക് 7 ചൊവ്വാഴ്ച തൃശ്ശതി മന്ത്രത്താൽ അർച്ചന നടത്താൻ വളരെ വിശേഷമാണ്. ഈ ദൈവാധീനം നമുക്ക് കൂടുതൽ നീണ്ട് പോവാതെ, സമയം നഷ്ടപ്പെടാതെ അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമാണ്. ഗൃഹത്തിൽ ചില നെഗറ്റീവ് കാണുന്നുണ്ട്. അങ്ങനെ മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കണം. നിരന്തരം ചില്ലുടയുക, കണ്ണാടി ഉടയുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ടീപ്പോയുടെ ജന്നലിൻ്റെ ആ ഉടഞ്ഞതിരിക്കുന്ന ഒരു മൂദേവി ലക്ഷണം അത് മാറ്റിയിടും. അഗ്നിബന്ധനങ്ങൾ വരെ തീ മൂലം ഉണ്ടാകുന്ന ദോഷം. കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്ത് അരി വടിക്കുമ്പോഴേ തരത്തിൽ അതിനെ ആവർത്തിക്കാതിരിക്കണം. പിന്നെയോ നിരന്തരം വീഴ്ചകൾ ഉണ്ടാകുക. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ തലചുറ്റിയോ ബാത്റൂമിലോ ഇങ്ങനെയൊക്കെയുള്ള വണ്ടിയിൽ നിന്നൊക്കെ. അപ്പം ഈ വക ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടാകുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പം
ചതുർക്രിയാ സമർപ്പണം ചെയ്ത് ശിവഭഗവാൻ അഘോര കവച മന്ത്രത്താൽ ധാര നടത്തി, ജലധാര നടത്തിയതിന് ശേഷം 3 തിങ്കളാഴ്ച, 3-ാമത്തെ തിങ്കളാഴ്ച ഭഗവാന് നിവേദ്യം സമർപ്പിച്ച്, 3-ാമത്തെ തിങ്കളാഴ്ച ഗൃഹത്തിലെ എല്ലാ മുറികളും പുറമേക്കും ഒരു ചുറ്റും ഒഴിഞ്ഞ് ചുടലത്തേങ്ങ ഉഴിഞ്ഞുടച്ചൊഴുക്കുക, ജലത്തിൽ സമർപ്പിക്കുക. ആ ബന്ധനശാപങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്, ആ നെഗറ്റീവ്, ആ മൂദേവി, ആ കാര്യത്തിലുള്ള സ്തംഭനാവസ്ഥ ഒരു പരിധിവരെ മാറി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിട്ടത്തര, ചതയം, പൊരുരുട്ടാതി, മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രായേണ പല കാര്യത്തിലും ടെൻഷൻ വരുന്നുണ്ട്. നമ്മുടേതല്ലാത്ത കാര്യത്തിൽ നമ്മളെ വേട്ടയാടുന്ന രീതിയിൽ പല ഭാഗത്തു നിന്നും പ്രശ്നമുണ്ട്. അത് പരിസരവാസികളിൽ നിന്നുണ്ടാകുന്ന ചില വീട്ടുകാരുടെ ആര് വരുന്നു പോകുന്ന എപ്പോഴും നമ്മുടെ അങ്ങോട്ടാണ് നോട്ടം, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവമാണ് അവർക്കുള്ളത്. പക്ഷെ ഇവിടെ ആര് വരുന്നു, എന്ത് നടക്കുന്നു, എന്ത് ചെയ്യുന്നു. അപ്പം അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടിപാപത്വം എന്ന് പറയും, അത് മാറും. പിന്നെയോ അതിരിൻ്റെ പ്രശ്നം, വഴിയുടെ പ്രശ്നം, വസ്തു തർക്കങ്ങളല്ലാതെ ഉള്ളത് മുഖാന്തരം ഉണ്ടാകുന്ന വൈരാഗ്യങ്ങൾ. അപ്പം ഇത് മൂലം ഏതെങ്കിലും തരത്തിൽ നമുക്കെതിരെ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറും. കുംഭരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ അകാരണമായിട്ട് ഉത്കണ്ഠയും മാനസിക സംഘർഷവും ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇത് ഉറക്കത്തെ വരെ ബാധിക്കും, ഭക്ഷണത്തെ ബാധിക്കും. പ്രത്യേകിച്ച് ചില ബന്ധുക്കൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലേക്ക് അവജ്ഞയോടുകൂടി നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ഇത് കാരണം ഒരു ഫംഗ്ഷനിൽ പോകാനോ താല്പര്യപ്പെടാനോ മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വന്നേ പറ്റൂ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ തന്നെ അഷ്ടൈശ്വര്യം വന്നേ പറ്റൂ. 8 ഭാവത്തിലുള്ള ഐശ്വര്യം, സ്നേഹം, സന്തോഷം, ആരോഗ്യം, വിശ്വാസം, ആത്മാർത്ഥത തുടങ്ങിയുള്ള 8 ഭാവത്തിലുള്ള ഐശ്വര്യം വരുമ്പോഴത്തേക്ക് സമ്പത്തും നമുക്ക് വേണ്ടുന്ന ധനവും നമുക്ക് ഈശ്വര കടാക്ഷത്താൽ കിട്ടും. അപ്പം ആ അഷ്ടൈശ്വര്യഭാവം വരാൻ അഷ്ടലക്ഷ്മി ചക്രം അത് പൂജിച്ച് ഗൃഹത്തിൽ വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കും. കാരണം വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥാവിശേഷം നമുക്ക് തിരിച്ചു വന്നേ പറ്റൂ. മാറേണ്ട കാര്യമൊന്നുമില്ല, ദൈവാധീനം അനുകൂലമാകും. പുനരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി. ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ചില ആൾക്കാരുമായിട്ട് നമ്മൾ തെറ്റേണ്ടി വരും. പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ശരിയായുള്ള ദിശാബോധത്തോടുകൂടിയുള്ള തീരുമാനമെടുക്കേണ്ട സമയം. നമ്മൾ പുറംതിരിഞ്ഞ് നിന്നിട്ട് കാണാതിരുന്നിട്ട് ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണായിരിക്കും ഒലിച്ചു പോകുന്നത്. കാരണം കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ വരെ കാല് മാറുന്ന അവസ്ഥ, മനോദുഃഖം ഉണ്ടാവും. ന്യായമായിട്ട് നമ്മൾ കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങൾ തടസ്സപ്പെടാനും, ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന തൊഴിൽ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ തടസ്സപ്പെടുത്താനും ഈ സംഘടന സംവിധാനത്തിൽ നമ്മൾ ഒറ്റപ്പെടാനും സാധ്യതയുണ്ട്. അതിൽ നിന്ന് പുറത്തു വരണം. ഇപ്പം ഇവിടെ നോക്കുമ്പം ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ചില കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന തരത്തിൽ വരുന്നത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ല. ശത്രു സംഹാര പൂജ ഭദ്രകാളി ക്ഷേത്രത്തിൽ 8 വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഗുരുതി പുഷ്പാഞ്ജലി എന്നും പറയും. അതിൻ്റെ മാറ്റം ഉണ്ടാവും. അത് പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലും സ്ഥാനത്തിൻ്റെ കാര്യത്തിലും ന്യായമായിട്ടുള്ള അവകാശത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ഒക്കെ ഇവിടെ ആ വൈരാഗ്യ ഭാവുകത്തിൽ നിൽക്കുന്ന ശത്രുദോഷം സംഹരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ശത്രുക്കളെ സംഹരിക്കുകയില്ല, ശത്രുദോഷത്തിനെ സംഹരിക്കുക, ഇല്ലാതാക്കുക, നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവിടെയാണ് കാളിക്ക് മഹാകാളി കവച മന്ത്രം കൊണ്ട് രക്തപുഷ്പാഞ്ജലി ചെയ്യേണ്ടത്. അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം,
കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യഭാവസ്ഥിതി ബന്ധനം ഉണ്ടാകുമ്പോൾ ചില പ്രശ്നങ്ങളിൽ നമ്മൾ നിലപാട് തിരുത്തി മുന്നോട്ട് പോയിട്ട് വരും. നമ്മൾ കണ്ണാടി കൂടി നമ്മളെ തിരിച്ചറിയണം, സ്വയം നമ്മളെ നോക്കണം. ഞാനാണ് ശരി എന്നുള്ള ആ ഒരു നിഷ്കർഷ മാറ്റിവെക്കേണ്ടി വരും. ഞാനും തിരുത്തിയേ പറ്റൂ എന്നുള്ള ഇത് കണ്ടെത്താൻ കഴിയുന്ന ആളാണ് മഹത്വത്തിലേക്ക് പോകുന്നത്. ഏത് ചെറിയ കാര്യത്തിലും മഹത്വം ഉണ്ട്. അതിന് ആ മഹത്വത്തിൽ പോകണം. ഇവിടെ ഡിവോഴ്സിന് വരെ ചിന്തിക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചുള്ള ഇത് വളരെ പ്രധാനമാണ്. കാരണം വിശ്വാസം, ആത്മാർത്ഥത, സ്നേഹത്തിൽ കോട്ടം വരുന്നത് പലതരത്തിലുണ്ടാവും. ദുശ്ശീലങ്ങൾ അതിലൊരു പരിധിവരെ നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളത്. അത് മദ്യമാകാം, കൂടുതൽ ലോട്ടറി എടുപ്പാകാം, ചീട്ടുകളിയാകാം, വേറെ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളാകാം, സാമ്പത്തിക തകർച്ചയാകാം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അത് നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കുമ്പോൾ കുട്ടികളുള്ളവരെ സംബന്ധിച്ചുള്ള അവരെയാണ് കൂടുതലും അത് ബാധിക്കുന്നത്. അവരുടെ ജീവിതം തൊലയുന്നത്. അതിന് നമ്മളായിട്ട് ഇടവരുത്താൻ പാടില്ല. ഇവിടെ ഐക്യമന്ത്ര സൂക്താർച്ചന നടത്തിയിട്ട് ഉപചാര സമർപ്പണത്തോടുകൂടി ത്രിവിഷ്ഠവ കലശം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കണം. മഹാശിവകവച മന്ത്രം ത്രിവിഷ്ഠവമായിട്ട് പൂജിച്ച് അത് ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ചാൽ ഇങ്ങനെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വളരെയധികം മോചനം ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. എല്ലാവർക്കും വീണ്ടും ഒരു പുതുവത്സര ആശംസകൾ ചൈതന്യൻ്റെ പേരിൽ നേർന്നുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.